ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ചതച്ചതിടാം. സ്വല്പം ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. പെരുംജീരകം. നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ. അപ്പോൾ കളറ് മാറണ്ട്. അപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവാള അതിലോട്ട് ഇടാം. ഒരു സവാള കുറച്ചായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. നന്നായിട്ട് വാടി വരാൻ വേണ്ടി നമുക്ക് സ്വല്പം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി ഇത് 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ 5 മിനിറ്റായി മൂടി വെച്ചിട്ട് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് വാടണേ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അത് ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു തക്കാളി, ഒരു ചെറിയൊരു തക്കാളി നമുക്കതിലോട്ട് ഇടാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. അതൊന്ന് വാടി വന്നിട്ടുണ്ട്. തക്കാളിയും സവാളയും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ആ തക്കാളിയുടെയും മസാലയുടെയും എല്ലാത്തിനും നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചതച്ചതാണ് ഇട്ടത്, പീസാക്കിയത് ഇട്ടിട്ടില്ല. എരിവ് കൂടുന്ന കാരണം കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല കളറും എരിവൊന്നും ഉണ്ടാവില്ല, നല്ല കളറുണ്ടാവും. അതിട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് റെഡ് കളറായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. സ്വല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടൊന്ന് അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാണ് നമ്മളെ ഞണ്ട് കേട്ടോ. നമ്മളിതിലോട്ട് ഇടാൻ പോണ ഞണ്ട് ഇതാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് പീസാക്കി വെച്ചേക്കണം കേട്ടോ. ചെറിയ പീസാക്കി വെക്കണേന് ഒരു ഞണ്ട് 2 പീസാക്കി വെച്ചേക്കണം കേട്ടോ. കാലൊക്കെ മാറ്റി അത് വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ആ ഞണ്ടിൻ്റെ അകത്തോട്ട് ആ ഗ്രേവിയും എല്ലാം കയറുന്ന രീതിയിൽ നമ്മൾ മിക്സാക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. പിന്നെ വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ. ഞണ്ടിൻ്റെ അകത്തുനിന്ന് വെള്ളം വരും. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിൻ്റെ ഗ്രേവിയും എല്ലാതും ആ ഞണ്ടിൻ്റെ എല്ലാം കറക്റ്റാക്കിയിട്ട് ഇനി നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് അങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് തുറന്നിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഞണ്ടിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അതൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. മിക്സാക്കി നന്നായിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് സെറ്റായി തന്നെ ഉള്ളൂ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. കുറച്ച് നിങ്ങൾ അതിൻ്റെ ഇടയിൽ മസാല പൗഡർ ഇട്ടിട്ടുണ്ടായി, ഒരു സ്വല്പം ടേസ്റ്റിന് വേണ്ടി, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് എന്നിട്ട് പിന്നെ ഞങ്ങൾ തുറന്ന് നന്നായിട്ട് മിക്സ് ആക്കണതാണ്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞണ്ടിൻ്റെയും മസാലൻ്റെയും എല്ലാത്തിൻ്റെയും അടിപൊളി സ്മെല്ല് വന്നിട്ടുണ്ട്.
നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഞണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ഗ്രേവി എല്ലാം ഇറങ്ങിയിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കൂടുതൽ സ്പൈസി അല്ല ഇത്, കാരണം മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൈസി വളരെ കുറച്ചാണ് ചെയ്തേക്കുന്നത്. എല്ലാ മക്കൾക്കും ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ള ചാനൽ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയർ ബെല്ലൊക്കെ അടിച്ചോടിക്കണം. ബൈ. പിന്നെ സപ്പോർട്ട് ചെയ്യണേ.